പിറന്നു വീണ മണ്ണിൽ മനസമാധാനത്തോടുകൂടെ അന്തിയുറങ്ങുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഫലസ്തീനികളുടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഫലസ്തീൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ നിരാലംബരായ ഒരുപാട് സ്ത്രീകളും ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ തൊട്ട് പിച്ചവെച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് വളരെ ചെറിയ ചെറിയ പൈതങ്ങളും ഒരുപാട് പ്രായമുള്ള മനുഷ്യരും മരണപ്പെട്ടു. വളരെ സങ്കടകരമായ ഒരുപാട് സങ്കടം വരുന്ന കാര്യങ്ങൾ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളി യൂട്യൂബർമാർ പറയുന്നത് പോലെയൊന്നുമല്ല ഗസയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വർഷം ഈ ഗസ യുദ്ധം തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഇതിന്റെ പരിസമാപ്തി എങ്ങനെയുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന പല യൂട്യൂബർമാരും ഈ യുദ്ധത്തിൽ നെതന്യാഹു ചത്തു, ഡൊണാൾഡ് ട്രംപ് പാപ്പരായി, അമേരിക്ക പിന്മാറി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദിനേന 1, 2, 3 വീഡിയോകൾ ചെയ്യുമ്പോൾ ഇതിൽ സംഭവിക്കുന്ന യഥാർത്ഥം എന്താണെന്ന് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ ഈ കാര്യം സംഭവിച്ചുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ ഫലസ്തീൻ ജനതക്ക് പാളിച്ച പറ്റിയത്? നമുക്കറിയാം, ഈ ആളുകളെ തട്ടിക്കൊണ്ടുവന്നതിന്റെ പിറകിൽ ഇസ്രായേൽ ഭരണകൂടം തന്നെയായിരുന്നു. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഹമാസ് എന്ന സംഘടന ആര് രൂപീകരിച്ചു? പഴയ ഫലസ്തീൻ ഭരണാധികാരികളെ അട്ടിമറയ്ക്കുവാൻ വേണ്ടി ഈ ഹമാസിനെ ആരാണ് സൃഷ്ടിച്ചതെന്ന്, ഈ ഹമാസിന് ആരാണ് രൂപം കൊടുത്തതെന്നും ആരാണ് വളവും വെള്ളവും കൊടുത്ത് അതിനെ വികസിപ്പിച്ചതെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഹമാസിലേക്ക് പിന്നീട് വന്നു ചേർന്ന കുറെ യോദ്ധാക്കൾ, അനുയായികൾ, അവർക്ക് അതിന്റെ ചതി മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഹമാസിനെ ഒരു കെണിയൊരുക്കിക്കൊണ്ട് പാവം കുറെ ജനങ്ങളെ തട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി മുഴുവൻ സാഹചര്യവും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി സഹകരിച്ചുകൊണ്ട് മൊസാദിനെ ഉപയോഗിച്ച് നെതന്യാഹു ഒരുക്കിയ കെണിയിലേക്ക് ഹമാസ് ചെന്ന് തലവെച്ചു കൊടുക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ അകത്ത് കയറി കുറെ പാവങ്ങളെ വെടിവെച്ച് കൊല്ലുവാനും അതുപോലെ അവിടെ കുറെ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുവരുവാനും അവരുടെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിക്കുവാനുമുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് നെതന്യാഹു തന്നെയാണ്. അല്ലാതൊരിക്കലും ഇസ്രായേലിന്റെ അകത്ത് കയറിക്കൊണ്ട് ഇത്രയും ആളുകളെ തട്ടിക്കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന് ആർക്കാണ് തിരിച്ചറിയാത്തത്? പക്ഷെ അതെല്ലാം സംഭവിച്ചു. പക്ഷേ ഹമാസിലുള്ള ഇസ്രായേൽ ചാരന്മാരായ കുറച്ച് നേതാക്കന്മാർ കൂടിക്കൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഹമാസിന്റെ പാവപ്പെട്ട പടയാളികളെ കൊണ്ട് അവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ നെതന്യാഹുവിന് യുദ്ധം ചെയ്യുവാനും ഗസ പിടിച്ചെടുക്കുവാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിന്റെ പിറകിലും ഹമാസിന്റെ തലപ്പത്തിരുന്ന പല നേതാക്കന്മാരുമായിരുന്നു. എന്നാൽ അതിൽപ്പെട്ട പല നേതാക്കന്മാരെയും ഇറാനിലും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലും വെച്ച് ഇസ്രായേൽ തന്നെ വധിക്കുകയുണ്ടായി. ഇസ്രായേലിന്റെ കുതന്ത്രത്തിൽ വീണു പോകുന്നവർ ഒരിക്കലും പിന്നീട് രക്ഷപ്പെടാറില്ല. അത് പാശ്ചാത്യർക്ക് വേണ്ടി ആരെല്ലാം രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ടോ, ഒറ്റുകാരായിട്ടുണ്ടോ, അവരുടെ എല്ലാം അവസാന ഗതി ഇത് തന്നെയാണ്. നമുക്കറിയാം, വയനാട് ചുരം കാണിച്ചു കൊടുത്ത, വയനാട് ചുരത്തിനുള്ള സൗകര്യം കാണിച്ചു കൊടുത്ത, റൂട്ട് കാണിച്ചു കൊടുത്തവനെ പോലും കൊന്നു കളഞ്ഞ പാശ്ചാത്യർ അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെയായിരിക്കും. അവർക്ക് വേണ്ടത് പണമാണ്. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. വലിയ നാടക നടനായ, വലിയ അഭിനേതാവായ ട്രംപിന്റെ വാക്ക് കേട്ടുകൊണ്ട് മലയാളികൾ പലരും രോമാഞ്ച കഞ്ചുകമണയുന്നത് കാണുമ്പോൾ സങ്കടവും പുച്ഛവുമാണ് ഉണ്ടാകുന്നത്. ട്രംപ് എന്ത് കളി കളിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്കറിയാം. ട്രംപിന്റെ ഇപ്പോൾ നടന്ന നാടകം വളരെ ആസൂത്രിതമാണ്. ഇസ്രായേലിനെ ഇത്തിരി തള്ളിപ്പറയാതെ അറബ് ലോകത്ത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്രായേലും ട്രംപും തമ്മിൽ നല്ലൊരു കണ്ടീഷനിലല്ല പോകുന്നത് എന്നൊരു തോന്നലുണ്ടാക്കിക്കൊണ്ടും, അതുപോലെ ഫലസ്തീൻ ജനങ്ങളാണ്, മനുഷ്യരാണ്, ഫലസ്തീനികൾ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, അവർക്ക് മരുന്നും വെള്ളവും എത്തിക്കണമെന്നും അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും ഗൾഫ് രാഷ്ട്രത്തിൽ ചർച്ചയിൽ വെക്കുകയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും $1 ട്രില്യൺ കണക്കിന് വ്യാപാര കരാറുകളും നിക്ഷേപവും തട്ടിയെടുത്തുകൊണ്ട് ട്രംപിന്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത വളരെ നിഗൂഢമായ ആ പദ്ധതി വിജയിപ്പിച്ചെടുക്കുകയും ഇനി അങ്ങോട്ട് ദക്ഷിണയായി കിട്ടിയ അത്യാഡംബര വിമാനത്തിൽ സഞ്ചരിച്ച് ലോക ജനങ്ങളെ പുച്ഛിച്ച് ചിരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇറാൻ വിഷയം കത്തി നിൽക്കുകയും ഇറാൻ മറ്റു രാഷ്ട്രങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാക്കി നിലനിർത്തുകയും ചെയ്യേണ്ടത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇറാൻ നശിച്ചു പോയാൽ അമേരിക്ക നശിച്ചു പോകും. കുതന്ത്രശാലിയായ ട്രംപും ഇറാനും ചേർന്നുകൊണ്ട് രഹസ്യമായി നടത്തുന്ന കച്ചവടത്തിൽ ഇരകളായി പോകുന്ന മറ്റു നാടുകളുടെ അവസ്ഥയാണ് കഷ്ടം. ഇറാൻ എന്ന നാടിനെ പേടി സ്വപ്നമാക്കിക്കൊണ്ട് ട്രംപ് കളിക്കുന്ന ഈ ഡ്രാമ അവസാനിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇറാനെ കത്തിജ്വലിപ്പിച്ചു നിർത്തൽ അത് ട്രംപിന്റെ വരുമാന മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വായിക്കുന്നതോ മലയാളത്തിൽ യൂട്യൂബർമാർ ചെയ്യുന്ന കാര്യങ്ങളോ അതൊന്നുമല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. ഇത്തരം വീഡിയോകൾ ചെന്ന് ട്രംപ് മച്ചമ്പി നാണം കെട്ടു, അല്ലെങ്കിൽ
നെതന്യാഹു ചത്തു, ഇസ്രായേലിലേക്ക് ഹമാസിന്റെ വൻ ആക്രമണം, അതുപോലുള്ള ഒരുപാട് വാർത്തകൾ അങ്ങനെ ഒരു ആവശ്യമില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളും യുവാക്കളും വൃദ്ധരും എല്ലാവരും ഓരോ ബോംബിങ്ങിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. എങ്ങനെയെങ്കിലും ഫലസ്തീനിൽ നിന്ന് മുഴുവൻ ജനങ്ങളെയും ഒഴിവാക്കിയതിനു ശേഷം പരിപൂർണമായിക്കൊണ്ട് അത് അമേരിക്കൻ നിർമ്മിത ടൂറിസ്റ്റ് കേന്ദ്രമായോ അല്ലെങ്കിൽ മറ്റ് കോളനിയായോ മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഏത് തരത്തിൽ പട്ടിണി കിടന്നുകൊണ്ട് ഇത്രയും കാലം പിടിച്ചു നിന്നെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പിടിച്ചു നിൽക്കും. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം. ഈ ഹമാസിൽ തന്നെയുള്ള ഒരു വിഭാഗം ഇപ്പോഴും നെതന്യാഹുവിന്റെ ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഈ ഹമാസിൽ കയറി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ആളുകളാണ് ഇപ്പോഴും അങ്ങിങ്ങായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ വെച്ച ആളുകളെ വിട്ടുകൊടുക്കട്ടെ. ഒരു പ്രയോജനവുമില്ല. ആ പാവങ്ങളെ കസ്റ്റഡിയിൽ വെച്ചത് കൊണ്ട്, അവരെ തടവറയിൽ പാർപ്പിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ തന്നെ അവർ മരണപ്പെട്ടു പോകും. കാരണം പ്രത്യേകിച്ചും ആ തടവുകാരാണ് ഇസ്രായേലിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ തടവുകാരെ മോചിപ്പിക്കുന്ന കാര്യം ഇസ്രായേലിന്റെ പദ്ധതിയിലേ ഇല്ല. ആ ബന്ദികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആ ബന്ദികളെ ഒരു പുകമറയാക്കിക്കൊണ്ട് ഫലസ്തീനെ ഒന്നടങ്കം നാശത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുവാനും ഗസ പിടിച്ചെടുത്ത് അവിടെ ഇസ്രായേലി കോളനികൾ നിർമ്മിക്കുവാനും വേണ്ടി പോകുകയാണ്. അതിനുള്ള സർവ്വസഹായങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും. നമ്മൾ 2 ദിവസം കൊണ്ട് കാണുന്ന ഗൾഫ് സന്ദർശനത്തിൽ ട്രംപ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. ആ കാര്യങ്ങളൊന്നും ഒരിക്കലും നടക്കുവാൻ പോകുന്നില്ല. അതിൽ നടക്കുന്ന അവർ ഒപ്പുവെച്ച കരാറുകൾ മാത്രം നടക്കും, മറ്റു കാര്യങ്ങൾ ഒന്നും നടക്കുകയില്ല. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ഏതായാലും ആ ഗസയിലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളും അതുപോലുള്ള പാവപ്പെട്ട ജനങ്ങളും വൃദ്ധരും എല്ലാവരും ബാക്കിയുള്ളവരെങ്കിലും ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഐക്യത്തിൽ എത്തിച്ചേരട്ടെ. ഇസ്രായേലുമായി വെടി നിർത്തൽ ചർച്ച എത്രയും പെട്ടെന്ന് വിജയകരമാവട്ടെ. ബന്ദികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്തുക. കാരണം ആ ബന്ദികളെ ഇവരുടെ കയ്യിൽ ഉള്ളത് അവർക്കൊരു ഭാരമാണ്. കാരണം അവരുടെ പട്ടിണിയും പരിവാരവുമുള്ള ഹമാസ് ആ ബന്ദികൾക്കുള്ള ഭക്ഷണവും വെള്ളവും എങ്ങനെ എത്തിക്കുന്നു എന്ന് ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ബന്ദികളെ ഭക്ഷണം എത്തിക്കുന്നത് പോലും ഇസ്രായേൽ തന്നെയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഹമാസ് എങ്ങനെ ഈ ബന്ദികളെ അവിടെ സംരക്ഷിക്കുന്നെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ദികളെ സംരക്ഷിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഇപ്പോഴും മൊസാദിന്റെ ആളുകൾ തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത്. ഏതായാലും ഇസ്രായേൽ അവർ പ്ലാൻ ചെയ്തെന്താണോ അമേരിക്കയുടെ സഹായം കൊണ്ട് അത് നടത്തുക തന്നെ ചെയ്യും. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല, ആരും ഒന്നും ചെയ്യുകയുമില്ല. ഇനി ഇസ്രായേൽ ഒഴിഞ്ഞുപോയാൽ, യുദ്ധം നിർത്തിപ്പോയാൽ ഒരുപക്ഷെ എല്ലാവരും സഹായിച്ചുകൊണ്ട് ഫലസ്തീനികൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെക്കാം. ഒരുപക്ഷെ മെഡിസിനും അതുപോലുള്ള ഭക്ഷണങ്ങളും എത്തിച്ചു കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഈ ഫലസ്തീൻ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനോ അവർ പൊരുതുന്ന പോരാട്ടത്തിന് സഹായം നൽകുവാനോ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ വീണ് കിട്ടിയ തുച്ഛമായ ജീവിതം എല്ലാവർക്കും മനസമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ച് മരിക്കുവാനുള്ള ഒരു സാഹചര്യം എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നന്ദി, നമസ്കാരം.